പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നക്സലിസത്തിനെതിരായ പോരാട്ടം ശക്തമായി നിലനിൽക്കുകയാണ്. എല്ലാ നക്സലൈറ്റുകളും കീഴടങ്ങുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതുവരെ സർക്കാർ വിശ്രമിക്കില്ല. അതിന്റെ ശ്രമഫലമായി ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ ബുധനാഴ്ച 20 നക്സലൈറ്റുകൾ പോലീസിൽ കീഴടങ്ങിയത്. ഇവരിൽ 11 പേർക്ക് 33 ലക്ഷം രൂപയുടെ സംയുക്ത പാരിതോഷികമുണ്ടായിരുന്നു. പോലീസ് പറയുന്നതനുസരിച്ച് 9 പേർ സ്ത്രീകളാണ്. മാവോയിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലും നിരപരാധികളായ ആദിവാസികൾക്ക് കേഡർമാർ നൽകുന്ന പീഡനങ്ങളിലും നക്സലൈറ്റുകൾ നിരാശരായിരുന്നു. ഇതാണ് നിരോധിത സംഘടനയിൽ നിന്ന് പുറത്തു കടക്കാൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കി. വിദൂര ഗ്രാമങ്ങളിലെ വികസനത്തിന് ഊന്നൽ നൽകുന്ന ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിയാത് നെല്ലറാർ പദ്ധതിയും നക്സലൈറ്റുകൾക്കായുള്ള പുതിയ കീഴടങ്ങൽ പുനരധിവാസ നയവും അവരെ ആകർഷിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കീഴടങ്ങിയവർക്ക് 50,000 രൂപ വീതം ധനസഹായം നൽകി സർക്കാരിന്റെ പുനരധിവാസ നയത്തിന്റെ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കും. നക്സലിസം ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ ശക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ സംസ്ഥാനം നൽകുന്ന സുരക്ഷാ ആനുകൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുഖ്യധാരാ സമൂഹത്തിൽ ചേരാൻ നക്സലൈറ്റുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. സർക്കാർ അവർക്ക് വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ, പുനരധിവാസ സഹായം എന്നിവ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ കരേഗുട്ടാലു കുന്നിൽ അടുത്തിടെ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് വിജയകരമായി നടപ്പിലാക്കിയ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഛത്തീസ്ഗഡ് പോലീസ് ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ്, കോബ്ര എന്നിവയിലെ ഉദ്യോഗസ്ഥരെ ന്യൂഡൽഹിയിൽ സന്ദർശിച്ച് അഭിനന്ദിക്കുന്നതിനിടെയാണ് ആഭ്യന്തരമന്ത്രി ഈ പരാമർശങ്ങൾ നടത്തിയത്. കരേഗുട്ടാലു കുന്നിൽ ഇതുവരെ നടത്തിയ ഏറ്റവും വലിയ നക്സൽ വിരുദ്ധ ഓപ്പറേഷനായ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് വിജയകരമാക്കുന്നതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വീര്യത്തിന് ഷാ അഭിനന്ദിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് വേളയിൽ ജവാന്മാരുടെ ധൈര്യവും വീര്യവും നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമായി ഓർമ്മിക്കപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമിത് ഷാ വ്യക്തമാക്കിയത്. എല്ലാ നക്സലൈറ്റുകളും കീഴടങ്ങുന്നതുവരെയോ പിടിക്കപ്പെടുന്നതുവരെയോ ഇല്ലാതാക്കപ്പെടുന്നതുവരെയോ മോദി സർക്കാർ വിശ്രമിക്കില്ല എന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ നക്സൽ മുക്തമാക്കും. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായും ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മയും പങ്കെടുത്ത ദേശീയ തലസ്ഥാനത്തെ യോഗത്തിൽ ഷാ പ്രഖ്യാപിക്കുകയും ചെയ്തു. കൊടും ചൂട്, ഉയർന്ന ഉയരം, ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസുകളുടെ നിരന്തരമായ ഭീഷണി എന്നിവ ഉണ്ടായിരുന്നിട്ടും സുരക്ഷാ സേന വളരെ ആവേശത്തോടെയാണ് ഓപ്പറേഷൻ നടത്തിയതെന്നും നക്സലൈറ്റ് ബേസ് ക്യാമ്പ് വിജയകരമായി നശിപ്പിച്ചതെന്നും മന്ത്രി എടുത്തു പറഞ്ഞു. ഛത്തീസ്ഗഡ് പോലീസ്, CRPF, DRG, കോബ്ര എന്നിവിടങ്ങളിലെ ജവാന്മാർ കരേഗുട്ടാലു കുന്നിലെ നക്സലൈറ്റുകളുടെ വസ്തുക്കളുടെ കൂമ്പാരവും വിതരണ ശൃംഖലയും ധൈര്യത്തോടെ നശിപ്പിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ഏറ്റവും അവികസിത പ്രദേശങ്ങളിൽ നക്സലൈറ്റുകൾ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും സ്കൂളുകളും ആശുപത്രികളും അടച്ചുപൂട്ടിയെന്നും സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നത് തടഞ്ഞുവെന്നും ഷാ ഊന്നി പറഞ്ഞു. പശുപതിനാഥ് മുതൽ തിരുപ്പതി വരെയുള്ള മേഖലയിലെ 65 ദശലക്ഷം ആളുകളുടെ ജീവിതത്തിൽ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു പുതിയ പ്രഭാതം കൊണ്ടുവന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശുപതിനാഥ് മുതൽ തിരുപ്പതി വരെയുള്ള മേഖലയിലെ 65 ദശലക്ഷം ആളുകളുടെ ജീവിതത്തിൽ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു പുതിയ പ്രഭാതം കൊണ്ടുവന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2026 മാർച്ച് 31-നകം നക്സലിസത്തെ തുടച്ചു നീക്കാനുള്ള മോദി സർക്കാരിന്റെ ദൃഢനിശ്ചയം ഷാ ആവർത്തിക്കുകയും ചെയ്തു. നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരന്തരമായ ശ്രമങ്ങൾക്കും ഊന്നൽ നൽകി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.